ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ എല്ലാവരും പ്രിസൺ ഓഫീസർ എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ചിലവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു ടൈം ടേബിൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് പഠിക്കാമായിരുന്നു അല്ലെ എന്നൊക്കെ പലരും പല ചിന്തയോടുകൂടിയും അല്ലെങ്കിൽ പല കൺഫ്യൂഷനോടുകൂടി ഇരിക്കുന്നവരായിരിക്കും. ചിലർക്കൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഓരോ ദിവസം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അതായത് ചിലവർക്ക് ടൈം കുറവായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓർഡർ ഇല്ലാതെ പഠിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഓർഡർ ഇട്ട് പഠിച്ചാലോ, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഓർഡറില്ല, അതായത് ഒരു 90 ഡേയ്സിന്റെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കറക്റ്റ്, ഏതൊക്കെ ഏരിയാസ് ആണ് കറക്റ്റ് പഠിക്കേണ്ടത്, അതും സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുക. സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ വെച്ചിട്ട് 90 ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് ഫുള്ളി നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കോളാം, അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറിന്റെ ടൈം ടേബിൾ ആണ്. ഇവിടെ നമ്മൾ ഡേ 1 തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഹിസ്റ്ററി അല്ലെ, ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, വേൾഡ് ഹിസ്റ്ററി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രത്തില് അല്ലെ, ഇത് അത്രയും വേണ്ടി ഇവിടെ പഠിക്കേണ്ടത് 2 പോയിന്റ്. ഇനി അത് കൂടാതെ നെക്സ്റ്റ് ജോഗ്രഫി, അവിടെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, ഇവിടെ ഒരു സെക്ഷനിൽ നമ്മളത് പഠിച്ചു തീർക്കാണ് അല്ലെ. അതായത് ഭൂമിയുടെ ആ ഒരു സ്ട്രക്ചർ അടക്കം അല്ലെ, അന്തരീക്ഷം, പാറകൾ, ഇതടക്കം നമ്മൾ അവിടെ ഇതില് പഠിച്ചു തീർക്കാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ്, കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ചരിത്രം അല്ലെ, പിന്നെ വരുന്നത് മലയാളം പദശുദ്ധി, പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അല്ലെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം കറക്റ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്കും ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ ഇംഗ്ലീഷ് കവർ ചെയ്യുന്നുണ്ട്, മലയാളം കവർ ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കണ്ടിന്യൂഷൻ പോകാതെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഒരു ദിവസം, ഇത് പദശുദ്ധി ആണെങ്കിൽ പദശുദ്ധി പഠിച്ചു തീർക്കുക, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണെങ്കിൽ അത് പഠിച്ചു തീർക്കുക. ഇനി നെക്സ്റ്റ് 2 വരികയാണെങ്കിൽ കേരള ഹിസ്റ്ററിയാണ് വരുന്നത് അല്ലെ. കേരളത്തിന്റെ നദികൾ, അതുകൂടാതെ കേരളത്തിന്റെ കാലാവസ്ഥ, ഇന്ത്യൻ സാമ്പത്തിക രംഗം, ഇവിടെ നമ്മൾ എക്കണോമിക്സ് അല്ലെ, പഞ്ചവത്സര പദ്ധതികള്, ജയിൽ വകുപ്പ്, കേരളം നിലവിൽ വന്നതിന് ശേഷം, പിന്നെ വാക്യശുദ്ധി, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇതൊക്കെ ഡേ 2 നമ്മൾ പഠിച്ചു തുടങ്ങും. അതിനുശേഷം ഡേ 3 അപ്പോൾ ഇവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ 90 ഡേയ്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്, 90 ഡേയ്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് അവിടെ വരാണ്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഡേ 2 നമുക്ക് അധികം ഒന്നും അങ്ങനെ പഠിക്കാനില്ല. ഒത്തിരി ടോപ്പിക്സ് 90 ഡേയ്സ് ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി ടോപ്പിക്സ് ഒന്നും അങ്ങനെ കവർ ചെയ്ത് കുത്തി നിറച്ചിട്ടൊന്നും അല്ല നമ്മൾ ആ ഒരു ടൈം ടേബിൾ തരുന്നത്. ഒരു ദിവസം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റാവുന്ന ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സുകൾ തന്നെയാണ് നമുക്ക് തരുന്നത്. ഇനി ഡേ 3 പോവുകയാണെങ്കിൽ അവിടെ മാത്സ് വരുന്നു അല്ലെ, സംഖ്യകൾ, അടിസ്ഥാന കീഴുകൾ, ബേസിക് ആയിട്ട് തൊട്ട് നമ്മൾ മാത്സ് തൊട്ട് പഠിച്ചു തുടങ്ങാണ്. പഞ്ചവത്സര പദ്ധതി, നമ്മൾ നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ, പിന്നെ കേരളത്തിലെ വിവിധ ജയിലുകൾ, ടൈപ്സ് ഓഫ് സെന്റൻസ് എന്നുള്ള പോർഷൻസുകൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നെ അത് കൂടാതെ ഡേ 4 വരുമ്പോൾ നമുക്ക് ഫിസിക്സ് അല്ലെ, ശബ്ദവും താപവും, പിന്നെ മാത്സ്, ലാഭവും നഷ്ടവും, വുമൺ പ്രിസണർ, കറക്ഷൻ ഹോംസ്, പദശുദ്ധി, പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ ഡേ 5 വരാണ് കേരളത്തിന്റെ നദികൾ അല്ലെ. അത് അപ് ടു ഡേറ്റ് ഒന്നുകൂടി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു പോവാണ്. നമ്മൾ മുന്നേ പഠിച്ചത് ചിലപ്പോൾ മറന്നുപോകും അല്ലെ. അതായത് ഡേ 1 പഠിച്ചത് ചിലപ്പോൾ 4ഉം 5 വരുമ്പോൾ നമ്മളൊന്ന് മറന്നുപോയേക്കാം. അതൊന്നുകൂടി നമ്മൾ ഇവിടെ ഓർമ്മിപ്പിക്കും. കേരളത്തിലെ കാലാവസ്ഥ, വിവരാവകാശ നിയമം, സമയവും ദൂരവും, വാക്യശുദ്ധി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇങ്ങനെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു പോകണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡേ 5, 6, 7 ഡേ 7 ആവുമ്പോൾ എന്ത് ചെയ്യും, നമ്മളവിടെ ഒരു എക്സാം നടത്തും, മോഡൽ എക്സാം നടക്കുമ്പോൾ നമ്മൾ ഈ ഡേ 7 വരെ പഠിച്ച ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം ആയിരിക്കും അവിടെ നടക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഡേ 7 കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഫിനിഷ് ചെയ്ത് അതിന്റെ എക്സാം എഴുതി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് അവിടെ വീക്കിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട് അന്ന് പഠിച്ച അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഫിസിക്സ് ആയാലും
ആയാലും കെമിസ്ട്രി ആയാലും ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ഒക്കെ ആയാലും നമ്മളവിടെ പഠിച്ചു പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സുകളൊക്കെ നമുക്ക് എന്താണ് ഇവിടെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത് ഒരു 90 ഡേയ്സിന്റെ ഒരു പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു നമുക്ക് അടിത്തറ ഉറപ്പിച്ചൊക്കെ പഠിക്കാം അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ, MCQ സെക്ഷൻസുകൾ, ഡെയിലി ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻസുകൾ, PYQ ഡിസ്കഷൻസ്, ലൈവ് ക്ലാസ് എല്ലാം തന്നെ നോട്ട്സുകൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട, ഇവിടെ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. 90 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ തരുന്ന ഉറപ്പാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് 90 ഡേയ്സിന്റെ ഒരു ടൈം ടേബിൾ വേണം. കാരണം എല്ലാവർക്കും ചിലവർക്കൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉള്ളവരാണ്. അപ്പോൾ ടൈം ടേബിൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ ക്ലാസ്സുകൾക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ജോയിൻ ചെയ്യുന്ന നമ്പർ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് 8590202323. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വൺസ് അഗൈൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.